പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കണ്ണൂർ ജില്ലയിലെ യുവനേതാവായിട്ടുള്ള മനു തോമസ് ഉയർത്തിവിട്ട വിവാദങ്ങൾ ഇപ്പോഴും കണ്ണൂർ പാർട്ടിയെ പിടിച്ച് ഉലച്ചുകൊണ്ടിരിക്കുകയാണ്. മനു തോമസിനെതിരെ നേർക്കുനേർ ഒരു യുദ്ധത്തിന് തയ്യാറാകാൻ കണ്ണൂർ ജില്ലാ പാർട്ടിക്ക് പോലും കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് നമ്മൾ കണ്ടു. കണ്ണൂർ ജില്ലയിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ അത് കണ്ണൂർ ജില്ലക്കാരുമായിട്ട് ചർച്ച ചെയ്യൂ എന്നാണ് പറഞ്ഞത്. എന്നാൽ കണ്ണൂർ ജില്ലയിലാകട്ടെ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടിയതിന് ശേഷം പി ജയരാജൻ സംസ്ഥാന കമ്മിറ്റി അംഗമായതുകൊണ്ട് സംസ്ഥാന കമ്മിറ്റി ചർച്ച ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് ഈ പന്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ട് തട്ടിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കണ്ടത്. ഫലത്തിൽ മനു തോമസ് ഉയർത്തിയ വിഷയങ്ങളെ നേർക്കുനേർ നിന്ന് എതിർക്കാനുള്ള ധൈര്യം ഇല്ലാതെ ഈ പറഞ്ഞ കറങ്ങിത്തിരിയുന്ന ഒരു കണ്ണൂർ പാർട്ടിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സുഹൃത്തുക്കളെ, എനിക്ക് ഈ വീഡിയോയിലൂടെ ഇന്ന് പറയാനുള്ള ഇതുമായി ബന്ധപ്പെട്ട് വേറൊരു കാര്യമാണ്. നമുക്കറിയാം, ഏതാണ്ട് ഒരു 5-6 ദിവസങ്ങൾക്ക് മുമ്പ് മനു തോമസ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു, പി ജയരാജനുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അപ്പോൾ അതിനകത്ത് വളരെ ഗുരുതരമായിട്ടുള്ള ചില ആരോപണങ്ങൾ മനു തോമസ് ജയരാജനുമായി ബന്ധപ്പെട്ട് ഉയർത്തിയിരുന്നു. അതൊന്ന്, ക്വാറി മുതലാളിക്ക് വേണ്ടി മലയോരത്ത് പാർട്ടി ഏരിയ സെക്രട്ടറിമാരെ വരെ സൃഷ്ടിക്കാൻ കഴിയുന്ന താങ്കളുടെ പാടവം, അതായത് കണ്ണൂർ ഏതോ ഒരു പ്രദേശത്തുള്ളൊരു പാറമടയെ ബന്ധപ്പെട്ടുകൊണ്ടൊരു വിഷയം ഉയർന്നു വന്നു. ആ വിഷയത്തിൽ അവിടുത്തെ ഏരിയ സെക്രട്ടറി പാറമടക്കാർക്കെതിരായി നിന്നപ്പോൾ ആ പാറമടക്കാർക്കെതിരായി നിന്ന ഏരിയ സെക്രട്ടറിയെ പി ജയരാജൻ ഇടപെട്ട് മാറ്റി എന്നുള്ളതാണ് ഉന്നയിക്കുന്ന ആരോപണം. 2, ഈ അടുത്ത് പാർട്ടിയിൽ പുതിയ ഗ്രൂപ്പ് ഉണ്ടാക്കാൻ ചർച്ച നടത്തിയത്, അതായത് പാർട്ടിയിൽ പുതിയ ഗ്രൂപ്പ് ഉണ്ടാക്കാൻ അദ്ദേഹം ചർച്ച നടത്തി എന്നുള്ളത്. 3-മതായി മനു തോമസ് ഉയർത്തിയ ഒരു പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത്, വിദേശത്തും സ്വദേശത്തും മകനെയും കൊട്ടേഷൻകാരെയും ഉപയോഗിച്ച് കെട്ടിപ്പൊക്കിയ കോപ്പി കച്ചവടങ്ങളും എല്ലാം നമുക്ക് പറയാം. ഇങ്ങനൊരു ആരോപണം മനു തോമസ് ഉന്നയിച്ചു. ഞാനൊന്നുകൂടെ വായിക്കാം. വിദേശത്തും സ്വദേശത്തും മകനെയും കൊട്ടേഷൻകാരെയും ഉപയോഗിച്ച് കെട്ടിപ്പൊക്കിയ കോപ്പി കച്ചവടങ്ങളും എല്ലാം നമുക്ക് പറയാം. ഇങ്ങനൊരു ആരോപണം മനു തോമസ് ഉന്നയിച്ചിരുന്നു. അപ്പോൾ അതെന്താണ് എന്നുള്ളത് സംബന്ധിച്ച് ഒരു സംശയം ഇങ്ങനെ നിലനിൽക്കുകയാണ്. എന്താണ് ഈ കോപ്പി കച്ചവടം? കോപ്പി കച്ചവടം കൊണ്ട് എന്താണ് മനു തോമസ് ഉദ്ദേശിച്ചത് എന്നുള്ളത് മനു തോമസിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്ന് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ആളുകൾക്കതിനെക്കുറിച്ചിട്ട് ഒരു ധാരണ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ സാഹചര്യത്തിൽ ഇയാൾ ഈ പറഞ്ഞ കോപ്പി കച്ചവടം, അതായത് ഇയാളുടെ മകൻ്റെയൊക്കെ നേതൃത്വത്തിൽ നാട്ടിലും വിദേശത്തും നടക്കുന്ന കോപ്പി കച്ചവടം എന്താണ് എന്നുള്ളത് സംബന്ധിച്ച് ഒരു ഉത്തരം എനിക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞത്, എനിക്ക് അതിനെക്കുറിച്ചുള്ള വിവരം കിട്ടിയത് എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ശ്രമിക്കാൻ പോകുന്നത്. എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ഈ വളരെ വില കൂടിയ വാച്ചുകളുണ്ട്, അതായത് അതിൻ്റെ കമ്പനി എന്ന് പറയുന്ന റാഡോ, ടിസോട്ട്, ജി ഷോക്ക്, കാസിയോ തുടങ്ങിയ പ്രമുഖ കമ്പനികളുടെ ലക്ഷങ്ങൾ വിലയുള്ള വാച്ചുകളുണ്ട്. ആ വാച്ചിനൊക്കെ 2 ലക്ഷം 3 ലക്ഷമൊക്കെയാണ് റാഡോയുടെയൊക്കെ ഓരോ വാച്ചിന് വില. അത്തരം വാച്ചുകൾ ചൈനയിൽ ഈ പറഞ്ഞതുപോലെ അതിൻ്റെ കൃത്രിമമായിട്ട് വില കുറച്ച് അതിൻ്റെ ഫേക്ക് സാധനങ്ങൾ ചൈനയിൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അപ്പോൾ 3 ലക്ഷം രൂപ വിലയുള്ള വാച്ച് ചൈനയിൽ ചിലപ്പം 1 ലക്ഷം 1.5 ലക്ഷത്തിനൊക്കെ കൃത്രിമമായിട്ടുണ്ടാക്കും. ആ ഉണ്ടാക്കുന്ന അത്തരം വാച്ചുകൾ കേരളത്തിൽ കൊണ്ടുവന്ന് വ്യാപകമായി വിൽക്കുന്ന ഒരു ശൃംഖലയ്ക്ക് ജയരാജൻ്റെ മകന് ബന്ധമുണ്ട് എന്നുള്ള ഒരു സൂചനയാണ് ആരോപണത്തിലൂടെ മനു തോമസ് ഈ കോപ്പി കച്ചവടം എന്ന് പറഞ്ഞ് അവതരിപ്പിച്ചത് എന്നുള്ള വിവരമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം വന്ന ഒരു വാർത്തയുണ്ട്, കൊച്ചിയിൽ നിന്ന് വന്നൊരു വാർത്തയുണ്ട്. ചൈനയിൽ നിന്ന് കള്ളക്കടത്ത് സംഘങ്ങൾ കേരളത്തിലെത്തിച്ച വ്യാജ വിദേശ വാച്ചുകളുടെ വൻ ശേഖരം പിടികൂടി. കഴിഞ്ഞ ദിവസം വന്നൊരു വാർത്തയാണിത്, അതായത് ഏതാനും ദിവസമായിട്ടുള്ളൂ വാർത്ത. കൊച്ചിയിലും മലപ്പുറത്തും കസ്റ്റംസും പോലീസും നടത്തിയ പരിശോധനയിലാണ് പ്രമുഖ കമ്പനികളുടെ പേരിൽ ഇറക്കിയ 9,000-ലേറെ വ്യാജ വാച്ചുകൾ പിടിച്ചെടുത്തത്. ഇവയ്ക്ക് 10,000 മുതൽ 3 ലക്ഷം വരെയാണ് ഈടാക്കിയിരുന്നത്. റാഡോ, ടിസോട്ട്, ജി ഷോക്ക്, കാസിയോ തുടങ്ങിയ പ്രമുഖ കമ്പനികളുടെ ലക്ഷങ്ങൾ വിലയുള്ള വാച്ചുകളുടെ ഒറിജിനലിനെ വെല്ലുന്ന വ്യാജ പതിപ്പുകളാണ് വിൽപ്പനയ്ക്ക് എത്തിച്ചത്. സൂക്ഷ്മ പരിശോധനയിലെ ഇവ വ്യാജനെന്ന് തിരിച്ചറിയാനാവും. ചൈനയിൽ നിർമ്മിച്ച വ്യാജ വാച്ചുകൾ കേരളത്തിൽ വിറ്റഴിക്കുന്നതായി കസ്റ്റംസിനും പോലീസിനും വിവരം ലഭിച്ചിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് തിരൂരിലും കൊച്ചി ബ്രോഡ്വേയിലും കടകളിൽ വ്യാഴാഴ്ച ഒരേ സമയം പരിശോധന നടന്നത്. റെയ്ബാൻ അടക്കമുള്ള ബ്രാൻഡുകളുടെ പേരിലുള്ള കൂളിംഗ് ഗ്ലാസുകളും വിൽപ്പനയ്ക്ക് എത്തിച്ചിരുന്നു. തിരൂരിൽ 6 കടകളിലായിരുന്നു പരിശോധന. ചൈനീസ് വാച്ചുകളും കൂളിംഗ് ഗ്ലാസുകളും എത്തിക്കുന്ന വൻ കള്ളക്കടത്ത് സംഘം പ്രവർത്തിക്കുന്നതായാണ് അധികൃതർക്ക് ലഭിച്ച വിവരം.
അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കച്ചവടത്തിനെ ജയരാജൻ്റെ മകനുമായി ബന്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് മനു തോമസ് ഈ കോപ്പി കച്ചവടം എന്നുള്ള വാചകം ഉപയോഗിച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആധികാരികമായി എനിക്ക് കിട്ടിയിട്ടുള്ള വിവരമാണ്. ഇത് ഒരു ആരോപണമായിട്ടാണ് ഞാൻ ഉന്നയിക്കുന്നത്. ഇതാണ് എനിക്ക് കിട്ടിയിട്ടുള്ള വിവരം. അപ്പോൾ ഇതാണ് പിന്നെ മനു തോമസ് ഉയർത്തിയിട്ടുള്ള ആക്ഷേപം. ഈ ആക്ഷേപം ഉയർത്തിയപ്പോൾ പിന്നെ പി ജയരാജൻ്റെ മകൻ മനു തോമസിന് 50 ലക്ഷം രൂപയുടെ ഒരു വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കി. അപ്പോൾ വക്കീൽ നോട്ടീസുമായി ബന്ധപ്പെട്ട് 2 പ്രതികരണങ്ങളാണ് വന്നത്. ഒന്ന്, മനു തോമസ് പറഞ്ഞു ഞാനതിനെ നേരിടും, നിയമപരമായി ഞാൻ നേരിടും എന്ന് പറഞ്ഞു. എന്നാൽ പി ജയരാജനെതിരെ മനു തോമസ് ഉന്നയിച്ചിട്ടുള്ള യാതൊരു ആരോപണങ്ങൾക്കും കാര്യമാത്ര പ്രസക്തമായിട്ടുള്ള മറുപടി നൽകാൻ വേണ്ടിയിട്ട് പി ജയരാജന് കഴിഞ്ഞിട്ടില്ല. അത് വളരെ പ്രധാനമാണ്. ഗ്രൂപ്പ് ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്ന് ആരോപണമില്ല. ഞാൻ ഗ്രൂപ്പ് ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടില്ല എന്ന് പി ജയരാജൻ പറഞ്ഞിട്ടില്ല. എൻ്റെ മകന് കോപ്പി കച്ചവടം ഇല്ല എന്ന് പി ജയരാജൻ പറഞ്ഞിട്ടില്ല. പാറമട വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏരിയ സെക്രട്ടറിയെ മാറ്റിയിട്ടില്ല എന്ന് പി ജയരാജൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് കണ്ണൂർ പാർട്ടി മനു തോമസിൻ്റെ മുന്നിൽ കറങ്ങി വീഴുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എന്ന്. എന്തായാലും പി ജയരാജൻ്റെ മകനുമായി ബന്ധപ്പെട്ടുകൊണ്ട് മനു തോമസ് ഉന്നയിച്ചിട്ടുള്ള ആരോപണത്തിൽ വിദേശത്തും കേരളത്തും നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കോപ്പി കച്ചവടത്തിൽ ഇയാളുടെ മകനും പങ്കുണ്ട് എന്നുള്ള തരത്തിലുള്ള ആരോപണം ഉന്നയിച്ചതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ കോപ്പി കച്ചവടത്തിൽ ഒരു ഇതെന്ന് പറയുന്നത് ഇതുപോലുള്ള വാച്ചുകൾ ഇവിടെ കൊണ്ടുവന്ന് വിൽക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ളതാണ് എന്നുള്ള വിവരമാണ് എനിക്ക് വളരെ ആധികാരികമായി ലഭിച്ചിട്ടുള്ളത്.